പൊന്നാനി കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് തുടക്കമായി. 2020 പ്രകൃതിക്ഷോഭത്തിൽ കേടുപാടുകൾ സംഭവിച്ച ക്ഷേത്രത്തിലെ ശ്രീകോവിലും ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും നവീകരണ കലശക്രിയകൾക്കാണ് തുടക്കമായത്. മഹാസുദർശന ഹോമത്തോടെയാണ് നവീകരണ കലശക്രിയകൾ ആരംഭിച്ചത്. 26-ാം തീയതി തിങ്കളാഴ്ച വരെ വിവിധ ഹോമങ്ങളും പൂജകളും നടക്കും. 20-ാം തീയതി മുതൽ 20-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ 26 തീയതി വരെ നീണ്ടു നിൽക്കുന്ന 7 ദിവസത്തെ നവീകരണ കലശമാണ്. 5 വർഷത്തോളമായി ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും മകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. 24, 25, 26 തീയതികളിൽ വൈകിട്ട് കലാപരിപാടികളുണ്ട്. എല്ലാ പരിപാടികളും അതുപോലെ തന്നെ 25-ാം തീയതി, 26-ാം തീയതി എന്നീ ദിവസങ്ങളിൽ അന്നദാനവും നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിലുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ബ്രഹ്മശ്രീ കാലടി മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലും ശബരിമല മുൻ മാളികപ്പുറം മേൽശാന്തി മനോജ് ഇമ്രാന്തിയുടെ കാർമ്മികത്വത്തിലും നടക്കുന്ന ഈ 7 ദിവസത്തെ പരിപാടിയിൽ എല്ലാ ഭക്തജനങ്ങളും എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓ, ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്നില്ല. അത് വല്ല കറണ്ട് പോയതായിരിക്കും. കറണ്ട് പോയിട്ടാണല്ലോ ഫാൻ ഇറങ്ങുന്നത്. അടിപൊളി. എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ. അല്ല, കറക്റ്റ് സമയത്താ പോയെ. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ഇനി എന്താ ചെയ്യാ? ഓ, അതിനൊരു വഴിയുണ്ട്. നമ്മള് മേപ്പറമ്പത്തെ ട്രേഡേഴ്സ് ഇല്ലേ, അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട്. ഫ്രിഡ്ജ്, TV, AC തുടങ്ങിയ എല്ലാ ഹോം അപ്ലയൻസും നല്ല ഓഫറിന് അവിടുന്ന് വാങ്ങാം. അപ്പൊ EMI ഒക്കെ ഉണ്ടോ? ആ, EMI ഓപ്ഷൻ ഒക്കെ ഉണ്ട്. 0 ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും. കൂടാതെ എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട്. പിന്നെ പഴയ AC തിരികെ കൊടുക്കുമ്പോൾ 8200 രൂപ വരെയും, അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ 3000 രൂപ വരെയും നമുക്ക് കിട്ടും. അത് കൊള്ളാലോ. ഒന്ന് അവിടെ തന്നെ പോവാല്ലേ?